ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സേതുവും പല്ലവിയും കൂടി ഇന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഈ ഇന്ദ്രൻ ബാക്കിലിരുന്ന് കേൾക്കുക. അപ്പോൾ ഇന്ദ്രനെ ഞാൻ ഇനി എൻ്റെ മുന്നിൽ കണ്ട കൊന്നു കളയും എന്നുള്ള കാര്യം പല്ലവി പറഞ്ഞപ്പോൾ, നീ എന്നെ അല്ലടി കൊല്ലുന്നത്, ഞാൻ നിന്നെ അടി കൊല്ലാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. എന്തായാലും ആ പറച്ചിലും കാര്യങ്ങളും ഇതെല്ലാം അങ്ങനെ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ പല്ലവിയും ഇന്ദ്രനും കൂടെ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുക. അപ്പോൾ തന്നെ പോകണ്ട, ഞാൻ കൊണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പല്ലവി ഇറങ്ങാനായിട്ട് തുടങ്ങിയത്. എന്തായാലും സേതു അത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ പല്ലവി അവിടെ ഇരുന്നു. പിന്നെ അവിടുത്തെ ആൾ വന്ന് പൈസയും കാര്യങ്ങളൊക്കെ മേടിക്കാനോ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ സമയത്ത് പല്ലവി പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സേതു, വേണ്ട ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പിടിയും വലിയും കൂടിക്കൊണ്ടിരിക്കുക. ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രൻ നേരത്തെ അങ്ങ് പോയി. അങ്ങനെ ഇന്ദ്രൻ അങ്ങ് ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേതുവിൻ്റെ കാറിൻ്റെ കാറ്റ് കുത്തി വിടുവാണ്. അപ്പോൾ പല്ലവിക്ക് പൈസ കൊടുക്കാൻ സമ്മതിക്കാതെ സേതു പൈസ കൊടുത്ത് അവിടെ ബില്ല് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഞാൻ കൊടുക്കുമായിരുന്നല്ലോ സേതുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ നിർബന്ധം പറയുമ്പോൾ, എന്താ സേതുവേട്ടാ എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞില്ലേ, കാര്യം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞു ഇവരങ്ങ് പോണു. ഈ സമയത്ത് താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നേരെ ഈ ഇന്ദ്രൻ്റെ വണ്ടിയിൽ വന്ന് കയറിയിരുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സേതുവിൻ്റെ മുന്നിൽ സേതു പൈസ കൊടുത്തതുകൊണ്ട് പല്ലവിക്ക് ഇഷ്ടപ്പെടാതെ ഉമ്മെന്ന് വെച്ചോണ്ടിരിക്കുക. അപ്പോൾ മോക്കും ഇങ്ങനെ ഉമ്മെന്ന് വെച്ചോണ്ടിരിക്കുക. അതൊന്ന് ചിരിക്കടോ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയോട് നേരം നമ്മുടെ സേതു പറഞ്ഞു, ചിരിക്ക് പല്ലവി എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെയാണെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. ആര് പറഞ്ഞു എൻ്റെ മുഖം ഇങ്ങനെയാണെന്ന്? പല്ലവി ടീച്ചറിൻ്റെ മുഖം നല്ല ചിരിച്ച മുഖമല്ലേ എന്ന് സേതു ചോദിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്നതും വരുന്നതല്ല ഇന്ദ്രൻ അവിടെ ഇരുന്ന് കാണുക. ഇന്ദ്രൻ്റെ ചങ്കു പൊട്ടുന്ന ആ ഒരു വിഷമം കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, താനത് വിട്ടുകളയുടെ വണ്ടിയെ കയറാൻ പറഞ്ഞു സേതു പല്ലവിയോട്. കയറടോ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചിങ്ങനെ വണ്ടിയിൽ വിളിച്ച് കയറ്റുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വണ്ടി ഓൺ ആവുന്നില്ല. ഇതെന്താ പറ്റിയെന്ന് ഓർത്തോട്ട് സേതു ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ എന്താ അവിടെ എല്ലാം കുത്തി കീറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനേ വണ്ടി തള്ളുമ്പോൾ താനൊരു കാര്യം ചെയ്യണം, അതൊക്കെ കീ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല്ലവിയോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ചാവി തിരിച്ചിട്ടോ സേതു തള്ളിയിട്ടോ ഒന്നും സെറ്റാകുന്നില്ല. അങ്ങനെ നമ്മുടെ സേതുവും പല്ലവിയും കൂടെ കുറേ നോക്കി. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരാതെ അളിയൻ ഇനി ഇവിടുന്ന് അനങ്ങുമെന്ന് തോന്നണില്ലെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു. പല്ലവി അന്നേരം കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. സേതു അവിടെ നിന്ന് ആരെയോ ഫോണിലൊക്കെ വിളിച്ചു വരാനുള്ള ആളെ സെറ്റാക്കുകയും ചെയ്തു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് മുകുന്ദ മാഷിനെയാണ്. മാഷ് ഇങ്ങനെ സമയവും നോക്കി മോള് വരാത്തതിൽ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ശോഭാമ്മ ചായയായിട്ട് വന്നു. പല്ലവിയെ കാണുന്നില്ലല്ലോ ശോഭയെ, വരാനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അവൾക്ക് വല്ല സ്പെഷ്യൽ ക്ലാസ്സോ മറ്റോ കാണും എന്ന് പറഞ്ഞു. അതെ, എന്നാലും അവൾക്കതൊന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞുകൂടെ എന്ന് അച്ഛൻ ചോദിക്കാം. വെറുതെ എന്തിനാ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനെ തീ തീറ്റിക്കേണ്ട കാര്യം? അവളിങ്ങ് വരും മാഷെ ഇങ്ങനെ പേടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ, ശോഭേ നിനക്കറിയാവല്ലോ ആ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ പല്ലവി മോളെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്നവനാണെന്ന്, അതുകൊണ്ടാണ് എനിക്ക് പേടി എന്ന് അച്ഛൻ ഇങ്ങനെ നിന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മോളോട്, അതായത് ഇളയ മോളോട് പല്ലവി ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ പാറു ഫോൺ എടുത്ത് വിളിക്കാം. പക്ഷെ കിട്ടുന്നില്ല അമ്മയെന്ന് പറഞ്ഞപ്പം, നീ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും വിളിക്കാം. പക്ഷെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നതും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകാരൻ വന്ന് ഈ വണ്ടി ശരിയാക്കുന്നതും എല്ലാം ഇന്ദ്രൻ്റെ വണ്ടിയിലിരുന്ന് വീഡിയോയിൽ പകർത്തുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നതെല്ലാം വീഡിയോയിൽ പകർത്തി. അപ്പോഴേക്കും വണ്ടി ഏതായാലും വണ്ടി സെറ്റായി കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ സേതു അയാളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പല്ലവിയോട് നമുക്ക് വേഗം പോകാം, അവിടെ പല്ലവിയെ കാണാതെ മാഷും അമ്മയും ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ വണ്ടിയിൽ കയറി ഇവരങ്ങ് പോയിട്ടോ. അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവനും ഇവളും ഈ കാണിച്ചതൊക്കെ എത്തേണ്ടടുത്ത് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങനെ അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് നേരെ മുകുന്ദ മാഷിനെ വിളിക്കാം. മാഷാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെപ്രാളം കയറി നടക്കുവാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ ആരാന്ന് ചോദിച്ചു. ഞാനാ മരുമകനാണെന്ന് പറഞ്ഞു. അത് മനസ്സിലായി. നീ എന്തിനാ വിളിച്ചതാ? അതൊക്കെ ഞാൻ പറയാച്ചാ. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അച്ഛാ, പല്ലവി വീട്ടിലെത്തിയോ? അപ്പോൾ അതെന്തിനാ നീ അറിയുന്നതെന്ന് ചോദിച്ചു മുകുന്ദ മാഷ. അല്ല, എത്തിയില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അവളിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആകും. അവളിന്ന് അവൻ്റെ കൂടെയാ, ആ സേതുവിൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പം അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറയുക അച്ഛാ? ഞാൻ എൻ്റെ കണ്ണിന് കണ്ട കാര്യമാണ്. അവനും അവളും കൂടി കറക്കത്തോട് കറക്കുമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നു. മുകുന്ദ മാഷ് വല്ലാതായി നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛനെന്താ ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? അച്ഛന് വിശ്വാസം വരാൻ വേണ്ടി ഞാൻ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അച്ഛനെ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വായിച്ചിട്ട് ഇന്ദ്രൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിൽക്കുന്നു. നമ്മുടെ മുകുന്ദ മാഷ് തുറന്നു നോക്കിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കാണുകയും ചെയ്തു. മുകുന്ദ മാഷിന് അപ്പോഴത്തേക്കും ടെൻഷൻ കൂടി, ഭയങ്കര ടെൻഷനായി. ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുക അദ്ദേഹം.
പാറു അപ്പുറം പഠിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സേതുവും പല്ലവിയും കൂടി ഇങ്ങനെ വരിക. ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് പല്ലവിയോട് പറയാൻ പോവുകയാണെന്ന് സേതു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ സമയം സേതുവേട്ടാ എന്ന് പറഞ്ഞു പല്ലവി വിളിച്ചു. സേതുവിൻ്റെ സകല ധൈര്യം ചോർന്നു പോയി. അപ്പോൾ സേതുവേട്ട വണ്ടി ഇവിടെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ കണ്ടാലേ ചിലപ്പോൾ എന്തെങ്കിലും പറയും, അത് സേതുവേട്ടന് വിഷമാവും എന്നൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങനെ വണ്ടിയിൽ നിന്ന് പല്ലവി യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. അതും പറയാൻ പറ്റിയില്ല. നോക്കിയപ്പോൾ എന്താ നമ്മുടെ സേതുവിനോട് യാത്ര പറഞ്ഞ് പല്ലവി ഇറങ്ങി വരിക. അപ്പോൾ അച്ഛൻ അത് കർട്ടനിലൂടെ നോക്കുക കേട്ടോ. അപ്പോൾ പല്ലവി അതെ പിന്നെ എന്താ സേതുവേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ സേതുവേട്ടാ എന്ന് പറഞ്ഞു പല്ലവി. അത് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ഓക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞു. പല്ലവി അങ്ങ് കയറിപ്പോയി. പല്ലവി കയറി പോകുന്നതും അതുപോലെ സേതു വഴിയിൽ നിൽക്കുന്നതും എല്ലാം നമ്മുടെ അച്ഛൻ കർട്ടൻ മാറ്റി ഇങ്ങനെ ജനലിലൂടെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പല്ലവി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ അവിടെ നിൽക്കുക. മനസ്സിലുള്ളത് പറയാനും പറ്റിയില്ല. പിന്നെ പറയാമെന്ന് പറഞ്ഞ് കയറി പോണു. ഈ സമയത്ത് നമ്മുടെ പല്ലവി വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അച്ഛനൊന്നും അറിയാത്ത പോലെ അപ്പുറം മാറി നിൽക്കുന്നു. അപ്പോഴേക്കും പാറു അമ്മയുടെ ആളെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ ഓടി ഇറങ്ങി വന്നു. പല്ലവിയോട് വരാൻ ലേറ്റ് ആകുമെങ്കിൽ ചേച്ചിയൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പാറു ചോദിക്കാം. വീട്ടിലിരിക്കുന്നവരുടെ ടെൻഷൻ മനസ്സിലാക്കുന്നവർക്കല്ലേ വിളിച്ചു പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി എത്ര വട്ടം വിളിച്ചെന്നറിയോ? വിളിക്കുമ്പോഴൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്ത് ചെയ്യാനാ, ഞാൻ നിന്ന സ്ഥലത്ത് തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എവിടെ പോയതാണെന്ന് ചോദിച്ചു. അത് സ്മൃതിക്ക് ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാ. വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു നിർബന്ധം, ഞാനും കൂടെ ചെല്ലണം എന്ന്. പിന്നെന്ത് ചെയ്യാനാ പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി. അച്ഛൻ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുമല്ലേ. യാത്ര ചെയ്തിട്ടാണോന്ന് അറിയില്ല, വല്ലാത്ത തലവേദനയുണ്ടെന്നും പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പല്ലവി റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ടെൻഷൻ അമ്മയ്ക്ക്. അപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും ഒരു വിചാരമില്ല. പുറത്തു പോണ പെൺമക്കൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് പല്ലവിയോട് നമ്മുടെ അമ്മ. അപ്പം എവിടെ പോയാലും ഞാനിങ്ങ് എത്തുമല്ലോ അമ്മയെ, പിന്നെന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് പല്ലവി റൂമിലേക്ക് പോയത്. അപ്പോൾ പാറുവിനോട് പോയിരുന്നു പഠിക്കാൻ പറഞ്ഞു. നമ്മുടെ അമ്മ അങ്ങ് പോയി, പാറു അങ്ങ് പോയി. പിന്നെ അച്ഛൻ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ പല്ലവി റൂമിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പല്ലവിയെ കണ്ടു. മോളെ എന്നും പറഞ്ഞ് വിളിച്ചു. നീയും ആ സേതുമാധവനും തമ്മിൽ എന്താ ബന്ധം എന്ന് അച്ഛൻ മോളോട് ചോദിക്കുന്നു. മനസ്സിലായില്ല എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണോ എന്നാ ചോദിച്ചത്. അപ്പം അതെ എന്ന് പല്ലവി അച്ഛനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മൂന്നമാഷ് ഒന്ന് ഞെട്ടി കേട്ടോ. പക്ഷേ ആ ഒരു അടുപ്പം നല്ല സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ ഒരു ബന്ധം മാത്രമാണ് അച്ഛാന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. അല്ല ഇപ്പം എന്താ അച്ഛൻ സേതുവേട്ടൻ്റെ കാര്യം ഇപ്പം ചോദിച്ചത്? എന്നെ ആ ഇന്ദ്രൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുക. അവൻ മോളെയും സേതുവിനെയും ചേർത്ത് ഓരോന്ന് പറഞ്ഞപ്പോൾ അച്ഛന് അത് മോളോട് ചോദിക്കണമെന്ന് തോന്നി. ഇന്ദ്രൻ എന്നോടുള്ള ശത്രുത എത്രയാണെന്ന് അച്ഛൻ അറിയാവുന്നതല്ലേ എന്ന് പല്ലവി അച്ഛനോട് പറയുക. അറിയാമെന്നും പറഞ്ഞു. അയാൾ എന്നെ നാണം കെടുത്താൻ വേണ്ടി പല കഥകളും ഉണ്ടാക്കും. അതൊന്നും അച്ഛൻ മുഖവിലക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഞാൻ ഒരു കാര്യം അച്ഛനോട് പറയാം. എൻ്റെ അച്ഛനും അമ്മയും ആളുകളുടെ മുന്നിൽ തല കുനിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവില്ല അച്ഛാ എന്ന് പറഞ്ഞപ്പം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിക്കാവെന്നും പറഞ്ഞു പല്ലവി. അങ്ങനെ അച്ഛന് ധൈര്യം കൊടുത്ത് മകളകത്തേക്ക് കയറിപ്പോയി. അച്ഛനും സമാധാനമായി. അങ്ങനെ അത് കഴിഞ്ഞ് മുകുന്ദമാഷ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് ഹരിയാണ്. ഹരി അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് സേതുവേട്ടനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സേതുവേട്ടൻ ഇങ്ങനെ വന്നു. അപ്പോൾ വാതിൽക്കൽ ഇങ്ങനെ ഇരിക്കുന്ന ഹരിയെ കണ്ടു. ആഹാ, നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം കാര്യമുണ്ട്. അതേ, അന്നത്തെ പോലെ ആര് വന്നു വാതിൽ പൂട്ടിയിടേണ്ടെന്ന് കരുതി ഇരുന്നതാണെന്ന് നമ്മുടെ ഹരി പറയാം. അല്ല സേതുവേട്ടൻ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേ? എടാ ആക്കിയതല്ല, ആയതാണെന്ന് പറഞ്ഞു. ഞാൻ കുറേ വട്ടം സേതുവേട്ടനെ വിളിച്ചായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ആണോ? പല്ലവി ചേച്ചിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ. ഇല്ലേ? അതെന്താ? മനസ്സിലുള്ള ഇഷ്ടം ചേച്ചിയോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഹരി ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ പല്ലവി അങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലടാ. ഇപ്പോൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇഷ്ടം അറിയിച്ചതിൻ്റെ പേരിൽ അവൾ എന്നെ അവഗണിച്ച അതിനെ എനിക്ക് താങ്ങാൻ പറ്റില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി ചേച്ചിയുടെ മനസ്സിൽ സേതുവിനോട് ഇഷ്ടമുണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ അവൾ ആദ്യം അത് പറയട്ടെ, അതുവരെ ഞാൻ കാത്തിരുന്നോളാന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് കയറിപ്പോയി. ഹരി ഇങ്ങനെ തലയ്ക്ക് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അകത്ത് കയറി ചെന്നപ്പോൾ പൂർണ്ണിമ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പൂർണ്ണിമയെ കണ്ടതും സേതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. വേഗം സേതു ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം വിളമ്പി തരാമെന്ന് പറഞ്ഞപ്പം വേണ്ട, നിങ്ങൾ വിളമ്പി തരുന്ന ഭക്ഷണം കഴിച്ചാലേ എനിക്കത് ദഹിക്കില്ല എന്ന് സേതു പൂർണ്ണിമയോട് പറയൂ കേട്ടോ. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അത് ഒട്ടും ശുദ്ധമല്ല എന്ന് പൂർണ്ണിമയോട് നമ്മുടെ സേതു പറയുന്നു. ശുദ്ധമായിരുന്നെങ്കിലേ എൻ്റെ അമ്മയെ ഒഴിവാക്കി അച്ഛൻ്റെ ഭാര്യ സ്ഥാനത്തേക്ക് നിങ്ങൾ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് കരച്ചിൽ വരിക. മോനെ, ഞാൻ ഒരിക്കലും മോൻ്റെ അമ്മയെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പൂർണ്ണിമ സേതുവിനോട് പറയാം. മാധവേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും മോൻ്റെ അമ്മ സ്വയം ഒഴിഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു സേതു. എന്താ ശരിക്കും ഉണ്ടായതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പം
നിനക്കറിയില്ല സേതു, നിനക്കൊന്നും അറിയില്ല എന്ന് നമ്മുടെ പൂർണിമ സേതുവിനോട് പറയാം. മാധവേട്ടൻ പലപ്പോഴും നിന്റെ അമ്മയെപ്പറ്റി പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ അദ്ദേഹത്തിനെ ശത്രുവിനെ പോലെ കണ്ട് അദ്ദേഹത്തിൽ നിന്നും അകന്നു മാറി പോവുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ സേതു മൈൻഡാക്കുന്നില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ നീ അന്ന് തയ്യാറായിരുന്നെങ്കിലേ നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറിയേനെ എന്ന് പൂർണിമ പറയുന്നു. എന്നെ നീ സ്വന്തം അമ്മയായി തന്നെ കണ്ട് സ്നേഹിച്ചേനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതു ഇങ്ങനെ നോക്കും, ഒട്ടും ഇഷ്ടപ്പെടാതെ. ദേഷ്യം വന്നിട്ട് രക്ഷയില്ലേ. സ്വന്തം അമ്മയും അച്ഛനെയും എന്നിൽ നിന്ന് അടർത്തി മാറ്റിയ നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കണോ? അതിന് ഞാൻ മരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പൂർണിമയോട് പറയുക. എൻ്റെ അമ്മയെ നഷ്ടപ്പെടാൻ കാരണക്കാരിയായ നിങ്ങളോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് സേതു പൂർണിമയോട് പറയണം. അതൊക്കെ പറഞ്ഞ് സേതു തൻ്റെ കലിയെല്ലാം തീർക്കുക. ഓരോ ദിവസം കൂടുന്തോറും ആ വെറുപ്പിൻ്റെ ആഴം കൂടുന്നതല്ലാതെ അത് കുറയില്ലെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പൂർണിമയോട് തറപ്പിച്ചു പറയുന്നു. അതും പറഞ്ഞ് സേതു അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. പൂർണിമ ഇങ്ങനെ നിസ്സഹായതയോടുകൂടി വിഷമിച്ച് അവിടെ നിൽക്കുവാണ്. ഓരോ രീതിയിലും പറയാനായിട്ടുള്ള അവസരം സേതു കൊടുക്കുന്നില്ല. അതിനുശേഷം പൂർണിമ പോകുന്നത് മാധവേട്ടൻ്റെ ഫോട്ടോയുടെ അരികിലേക്കാണ്. മാധവേട്ട, അവനെന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇത് കാണിക്കുന്നത്? മാധവേട്ട, അവൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവൻ്റെ അമ്മയെ നഷ്ടപ്പെടാൻ കാരണം ഞാനാണെന്ന് ഓരോ വട്ടവും അവൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ സ്വയം ഇല്ലാതായി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ സേതുവേട്ടാ ചെയ്യേണ്ടത്? സാരമില്ല സേതുവേട്ടാ, സാരമില്ല. ഒരിക്കലും അവൻ്റെ തെറ്റിദ്ധാരണകൾ എല്ലാം മാറുമായിരിക്കും അല്ലേ? അന്ന് അവൻ എന്നെ അമ്മയെന്ന് വിളിക്കും, പൊട്ടിക്കരയുമായിരിക്കും. അല്ല മാധവേട്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൂർണ്ണിമ ഇങ്ങനെ സങ്കടത്തോടെ പറയാം. എന്നോട് പറഞ്ഞതൊക്കെ ഓർത്ത് അവൻ ഒരുപാട് ദുഃഖിക്കുമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു മാധവേട്ട, അങ്ങനെ ഒരു ദിവസം വേണമെന്നൊക്കെ പറഞ്ഞ് മാധവേട്ടൻ്റെ ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും നമ്മുടെ പൂർണിമ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഋതുവിനെയാണ് കാണിക്കുന്നത്. ഋതു ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറുപ്പമ്മാവൻ വീട്ടിലേക്ക് കയറി വരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഋതു ഇങ്ങനെ അവിടെ ഭയങ്കര കലിപ്പിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒന്നോ ഋതുവിൻ്റെ അരികിലേക്ക് ഇരുന്നു അദ്ദേഹം. മോളെ എന്തു പറ്റി, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. മുഖം എന്താ വല്ലാതെ ഇരിക്കണേ, എന്താടാ സുഖമില്ലേ നിനക്ക്, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. ആ സേതു എന്ന് പറയുന്ന മുതല് ഈ വീടിൻ്റെ പടി ഇറങ്ങിയാലേ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ എന്ന് ഋതു കുറുപ്പിനോട് പറയണം. കുറുപ്പമ്മാവന് എന്നോട് സ്വാതിയോടൊക്കെ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ഋതു പറയാം. അദ്ദേഹം ആകെ ധർമ്മസങ്കടത്തിലിരിക്കാം. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും സ്വാതി പറഞ്ഞത് അയാൾ ഇവിടെ നിന്ന് ഇറങ്ങാതെ അവള് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ കുറുപ്പമ്മാവ ഇവൾ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടേ വലിയേട്ടനോടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് അച്ചു വന്നു പറഞ്ഞു. വലിയേട്ടന് അത് സങ്കടമാകുമെന്നു. ആഹാ, വലിയേട്ടന് സങ്കടമാകും. നിനക്കപ്പോൾ എൻ്റെയും സ്വാതിയുടെയും വിഷയം അതൊരു വിഷയമല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ വലിയേട്ടൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ അച്ഛൻ ഇവിടെ ഉള്ളതുപോലുള്ള ഒരു ധൈര്യമാണ് എന്ന്, നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറയുമ്പോൾ ഋതു അത് കേട്ട് കൊലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.